അസ്സലാമലൈക്കും. സബീനാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രെഡ് കൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാവേ. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 4 ടേബിൾ സ്പൂൺ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റാർഡ് പൗഡർ എല്ലാ കടകളിലും ഇപ്പോൾ കിട്ടും കേട്ടോ. എല്ലാ ബേക്കറികളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഓരോരുത്തരുടെയും അളവിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര മധുരത്തിന് ആവശ്യമുണ്ടോ അത്രത്തോളം പഞ്ചസാര എടുക്കണേ. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും പാലുകൂടി നല്ലോണം മിക്സായിട്ട് ഒന്ന് ചൂടായിട്ട്, അതായത് തിള വരുന്നതിനൊരു തൊട്ട് മുന്നേ ഉള്ള സമയമുണ്ടല്ലോ, നല്ലോണം ചൂടായിട്ട് ആവി പറക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നല്ലോണം തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. വളരെ പെട്ടെന്നൊരു 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പുഡിംഗാണ് കേട്ടോ ഇത്. ഒരുപാട് സാധനങ്ങളും വേണ്ട. ജസ്റ്റ് ഒരു പാലും ബ്രെഡും പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ബേക്കറികളിലും ഇപ്പോൾ കിട്ടും കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവേ. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് വേണം. ആ ബ്രെഡ് നമ്മളെടുക്കുന്ന പാത്രം ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ആ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സെയിം വീണ്ടും മേളിലായിട്ട് ബ്രെഡ് അറേഞ്ച് ചെയ്യുക. അതിൻ്റെ മേളിലായിട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡിയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത്, ആ നട്ട്സ് ജസ്റ്റ് പൊടിച്ചിട്ടൊന്ന് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണേ. ഇത് തണുപ്പിച്ചും കഴിക്കാം. ഇങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കുമല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് കഴിക്കാനും നല്ലതാണേ. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുഡിംഗ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.